ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും ഞാൻ നേരെ വൈകിട്ടാട്ടോ പൂക്കളിടാറ്. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പൂക്കളിടാന്ന് വെച്ച് പുറത്ത് പോയി നോക്കിയപ്പോൾ ഉണ്ട് നല്ല മഴ. അപ്പോൾ പിന്നെ തിരിച്ചു പോന്നു. ഇനി എന്തായാലും കുളിയും ചായ കുടിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചിട്ടാവാം പൂക്കളിടൽ. അപ്പോൾ ഞാൻ തുണികൾ എടുക്കാനായിട്ട് മുകളിലേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകൾ വശത്തെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി കുളിക്കാൻ പോവാം കേട്ടോ. അല്ലെങ്കിലും കുളി കഴിഞ്ഞിട്ട് പൂക്കളിടുന്നതല്ലേ ഒരു ഐശ്വര്യം. ഇപ്പോഴും മഴയൊന്നും തോർന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടപ്പത്തിരിയാണ്. മുട്ടപ്പത്തിരിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി മുൻപത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഒരു പുതിയ അതിഥി ഉണ്ട് കേട്ടോ, പുതിയ ഗ്യാസ് സ്റ്റവ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടുത്താം. ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആച്ചുൻ്റെ സ്കൂളിലത്തെ അസംബ്ലി ഉണ്ട് രാവിലെ 9:15. അപ്പോൾ അതിന് മുൻപ് ആച്ചുനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് റെഡിയാക്കി ഇരുത്തണം അസംബ്ലിക്ക്. സ്കൂളില്ലെങ്കിലും ടീച്ചേഴ്സൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. കൊറോണയ്ക്ക് അങ്ങനെയൊന്നും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല അല്ലേ. മാക്സിമം കുട്ടികളുടെ പാർട്ടിസിപ്പേഷനും ടീച്ചേഴ്സ് ഉറപ്പ് വരുത്തുന്നുണ്ട് കേട്ടോ. നല്ല എല്ലാ അവസരങ്ങളും ഓരോ കുട്ടികൾക്കും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴേ തന്നെ അച്ഛന് ദേശീയഗാനവും പ്ലഡ്ജും പ്രാർത്ഥനയും ഒക്കെ അത്യാവശ്യം അറിയാം കേട്ടോ, തെറ്റുകൂടാതെ പറയുന്നുണ്ട്. അപ്പോൾ അത് ടീച്ചേഴ്സ് അത്രയും സിൻസിയറായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഫോണിൽ കൂടെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. എല്ലാവരും കേട്ടോ, എല്ലാവരും നമ്മുടെ കർമ്മങ്ങൾ കൊറോണ വന്നു എന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കുന്നില്ല. എല്ലാ പരിമിതികൾക്കുള്ളിലും നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ പോകാം മുന്നോട്ട്. അപ്പം ഞാനൊരു 2 മുട്ടപ്പത്തിരിയും ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് പൂക്കളിടാൻ പോയി. ഇപ്പം മഴ ഒരുവിധം ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നമ്മുടെ പറമ്പിൽ തന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെമ്പരത്തി പൊട്ടിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ ആച്ചൂനെ കാക്കണില്ല, ഞാൻ തന്നെ വേഗം ഒരു തട്ടിക്കൂട്ട് പൂക്കളം അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അവനും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിലേ അസംബ്ലിയുടെ സമയത്തേക്ക് കഴിയില്ല കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അത്യാവശ്യം കിട്ടുന്ന പൂക്കളൊക്കെ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ മണി ചേച്ചിയുടെ വീട്ടിൽ ഒരുപാട് പൂക്കൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ചേച്ചി അവിടെ ഇല്ല. ഉണ്ടെങ്കിൽ ചോദിച്ച് പൊട്ടിക്കായിരുന്നു, പക്ഷെ ഇപ്പോൾ വേറെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ ആ പൂക്കളൊക്കെ അങ്ങനെ കണ്ട് കൊതിച്ച് ഞാൻ തിരിച്ചു പോന്നു. പോണ വഴിക്ക് നമ്മുടെ മുക്കുറ്റി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുക്കുറ്റി പറിച്ചെടുത്തു. ഇന്ന് എന്തായാലും മുക്കുറ്റിയുടെ ചാന്ത് തൊടാമെന്ന് വിചാരിച്ചു. മുക്കുറ്റി ചാന്ത് നെറ്റിയിൽ തൊടുന്നതും തലയിൽ ചൂടുന്നതൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ റോഡിൻ്റെ ഇരുവശത്ത് നിൽക്കുന്ന മുക്കുറ്റി ചെടികൾ പറിച്ചെടുത്ത് കയ്യിലിട്ട് തിരുമ്പി മുക്കുറ്റി ചാന്ത് തൊട്ടതൊക്കെ ഓർമ്മ വരിക കേട്ടോ എനിക്ക്. നിങ്ങൾക്കും ഓർമ്മ വരുന്നുണ്ടോ ഇത് കാണുമ്പോൾ? അപ്പം ഞാൻ കുറച്ച് മഴത്തുള്ളി എടുത്തിട്ട് നന്നായി ചാലിക്കുകയാണ് കേട്ടോ. അധികം വെള്ളം കൂടിക്കഴിഞ്ഞാൽ കട്ടിയിൽ ചാന്ത് കിട്ടില്ല.
അപ്പോൾ നമുക്ക് ഇന്ന് സമയമില്ല അല്ലേ പണ്ടത്തെ ഈ ആചാരങ്ങളും ഒക്കെ പിന്തുടരാനായിട്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ ഓടുകയാണ്, എന്തിനോ വേണ്ടി ഓടുകയാണ്. പക്ഷെ ഓടി ഓടി ഇപ്പം അവസാനം നമ്മളൊന്ന് നിന്നൂലേ കൊറോണ വന്നപ്പോൾ. അപ്പം ഞാൻ അധികം തത്വചിന്തകളൊന്നും പറയുന്നില്ല. അപ്പോൾ തലേ ദിവസത്തെ പൂക്കൾ വാരിക്കളയാട്ടാ. ഇനി ചാണം മെഴുകണം. പിന്നെ ഒരു കുഞ്ഞിയ പൂക്കളിടണം. ഒരുപാട് പൂക്കളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ചെമ്പരത്തിപ്പൂവ്, തുമ്പപ്പൂവ്, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടൊരു കുഞ്ഞിയ പൂക്കളാണ് ഇന്നിടാൻ പോണത്. ചാണം എടുത്ത് മെഴുകാൻ എനിക്ക് ചെറുതായിട്ടൊരു മടി ഉണ്ടായിരുന്നു. എന്നാലും പഴയ രീതിയിൽ ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷം. അപ്പം അധികം പൂക്കളൊന്നും ഇല്ലാത്ത കാരണം നമ്മുടെ പൂക്കളമിടൽ വേഗം അങ്ങ് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പൂക്കളം. ഇഷ്ടമായോ എല്ലാവർക്കും? അപ്പം ഇന്ന് ചോറിന് ഞാൻ കൊത്തമരപ്പയറാണ് കേട്ടോ കറി വെക്കണത്. സത്യം പറഞ്ഞാൽ ആച്ചുനേക്കാളും മടിയാണ് പച്ചക്കറി കഴിക്കാൻ എനിക്ക്. ഞാൻ കുറേ നാളായി വിചാരിക്കണം ഈ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡൊന്ന് മാറ്റണം എന്ന്. വളരെയധികം ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ്. അപ്പോൾ എല്ലാവരും മരത്തിൻ്റെ ഇതിലേക്ക് മാറണം. ഞാനും മാറാൻ പോവാണ് പെട്ടെന്ന് തന്നെ. കുറച്ച് വില കൂടുതലുണ്ട്, എന്നാലും സാരമില്ല, ഇതൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ, കേടാവില്ലല്ലോ. അപ്പോൾ കറി വേഗം ഞാനൊന്ന് ഉള്ളി മുളക് മൂപ്പിച്ചെടുത്തു. കുറച്ച് നാളികേരം ഒന്ന് ചെരുകിടണം. അപ്പോൾ ഞാനിനി അച്ചുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അവനെ ഏൽപ്പിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗ്യാസ് സ്റ്റവ് ഇന്നലെ ഫിക്സ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ലൈറ്റർ വാങ്ങിയിട്ടില്ല. പിന്നെ അപ്പോൾ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകണം. ലൈറ്റർ വാങ്ങണം, റേഷൻ കടയിൽ പോകണം ഓണക്കിറ്റ് വാങ്ങാനായിട്ടേ. പിന്നെന്താ, പിന്നെ കുറച്ച് പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങണം ഓണത്തിന്. അപ്പോൾ ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോണത് അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ് കേട്ടോ. റേഷൻ കടയ്ക്ക് പോണ കാഴ്ചയാണ്. അപ്പോൾ ഞാൻ മാസ്കും സാനിറ്റൈസറും ഒക്കെ എടുത്തിട്ടാണ് പോണത്. നല്ല ഐശ്വര്യമാണ് കേട്ടോ. പോയ കാര്യങ്ങളൊന്നും നടന്നില്ല. റേഷൻ കടയിൽ നിന്ന് ഓണക്കിറ്റും കിട്ടിയില്ല. ATM-ലാണെങ്കിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തൊട്ടിപ്പാളുള്ള മറ്റൊരു ATM-ലേക്ക് പോവാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ നാടാണ് കേട്ടോ. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ വേഗം പൈസയൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ. ഇന്നത്തെ പരിപാടികൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.